അയ്യോ എന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്നേ എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് നിലമ്പൂരിലെ CPM-ന്റെ സ്ഥാനാർത്ഥി M സ്വരാജ്. അദ്ദേഹം പറയുന്നത് വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇല്ലാത്തത് കൊണ്ട്, വളരെ 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 കറക്റ്റ് ആണ്, ഇല്ലാത്തത് കൊണ്ട് വ്യക്തിപരമായി ആക്രമിക്കുകയാണ് അത്ര ഒരുപാട് പേര്. എന്തിന്റെ പേരിലാണ് വ്യക്തിപരമായി ആക്രമിക്കുന്നത്? മരിച്ചുപോയ V പ്രകാശിന്റെ വീട്ടില് സ്വരാജ് സന്ദർശനം നടത്തിയിരുന്നു. അപ്പൊ ആ സന്ദർശനത്തിനെയാണ് ആൾക്കാർ വ്യക്തിപരമായി ആക്രമിക്കുന്നത്. അത് വിവാദമാക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത്. അപ്പൊ കേരളത്തിൽ എന്തൊക്കെ ആളുകൾ വിവാദമാക്കണം, എന്തൊക്കെ വിവാദമാക്കണ്ട എന്ന് പോലും തീരുമാനിക്കുന്നത് CPM ആണെന്നാണോ സഖാവെ താങ്കൾ പറയുന്നത്? എന്നാ അതൊന്നറിയണമല്ലോ, ഒന്നറിഞ്ഞു നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഡൊണേഷൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പിന്തുണയും അതുപോലെ ചാനൽ കണ്ടും കമന്റ് ചെയ്തും ഷെയർ ചെയ്തൊക്കെയുള്ള പിന്തുണയും നമുക്ക് ഈ അവസരത്തിൽ ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കീപ് സപ്പോർട്ടിങ്. അഡ്വർടൈസ്മെന്റിന്റെ കാര്യവും മറക്കണ്ട. 1000 രൂപ മുതൽ നമ്മുടെ ചാനലിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. M സ്വരാജ് ഇപ്പോൾ നിലവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് V പ്രകാശിന്റെ വീട്ടിൽ പോയത് നിങ്ങൾ വലിയ സീനൊന്നും ആക്കണ്ട, വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ്. തീരെ വിവാദങ്ങളിൽ താല്പര്യമില്ലാത്തവരാണല്ലോ ഇവർ. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിലമ്പൂർ ഇലക്ഷനിൽ തന്നെ അൻവറിനെ രാഹുൽ സന്ദർശിച്ചത് തീരെ വിവാദമാക്കിയിരുന്നില്ല. ഇതേപോലെ തന്നെ അതും വിവാദമാക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിലമ്പൂരിലെ സഖാക്കൾ അത് വിടുകയായിരുന്നു. M സ്വരാജ് അത്ര മഹോന്നതൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം സന്ദർശിച്ചത് വിവാദമാക്കണ്ട എന്നാണ് പറയുന്നത്. എന്നാൽ ആ സന്ദർശനത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഈ V പ്രകാശിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് CPM ദ്രോഹിച്ചെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. RSS ബന്ധം ആരോപിച്ച് പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ സംഖ്യയാക്കി ചിത്രീകരിച്ച വ്യക്തികളാണ് നിങ്ങൾ. അത്രയധികം ദ്രോഹിച്ച് അറ്റാക്ക് വന്ന ആ മനുഷ്യൻ മരിച്ചതിനു ശേഷം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഒരു മാന്യതയുടെ മുഖംമൂടി എടുത്തണിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ചെന്ന് അവരെ സന്ദർശിച്ചിരിക്കുന്നു. ഇത് ആളുകൾ സംസാരിക്കാൻ പാടില്ലെന്നാണോ പറയുന്നത്? നിങ്ങളുടെ ഇന്നലകളെ കുറിച്ച് ആളുകൾ സംസാരിക്കാൻ പാടില്ല അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നലകൾ വെടിപ്പായിരിക്കണം സഖാവെ. താങ്കൾ ഇത്രയും നാളും V പ്രകാശിന്റെ വീട്ടിൽ പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? തിരഞ്ഞെടുപ്പിന്റെ സമയത്ത്, പ്രചരണം നടക്കുമ്പോൾ സമയത്ത് മാത്രം താങ്കൾ എന്തുകൊണ്ടാണ് പോയത്? ഈ ചോദ്യം ചോദിക്കാൻ താങ്കളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ഇരിക്കുന്ന, അല്ലെങ്കിൽ വോട്ട് ചെയ്യണമെന്ന് താങ്കൾ തന്നെ ആവശ്യപ്പെടുന്ന ജനങ്ങൾക്ക് അവകാശമില്ലേ? എന്തുകൊണ്ടാണ് അതിന് വിവാദമാക്കരുതെന്ന് താങ്കൾ പറയുന്നത്? വ്യക്തിപരമായി ആക്രമിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞല്ലോ. PT തോമസ് മരിച്ചപ്പോൾ മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല എന്ന് പോസ്റ്റ് ഇട്ട വ്യക്തിയാണ് താങ്കൾ. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ പോലും വ്യക്തിപരമായി ഒരു മര്യാദയില്ലാതെ, മൃതദേഹത്തിനോട് സാമാന്യ ജനങ്ങൾ മര്യാദ കാണിക്കും, മൃഗങ്ങൾ പോലും കാണിക്കും, ചത്തതിനെ തിന്നുക പോലും ഇല്ലെന്നാണ് പറയുന്നത്. എന്നിട്ടും ഒരു മനുഷ്യനായ താങ്കൾ അങ്ങനെയാണ് പോസ്റ്റ് ഇട്ടത്, മര്യാദകളോടുകൂടി. ആ താങ്കളാണ് പറയുന്നത് ഇപ്പോൾ താങ്കളെ വ്യക്തിപരമായി ആക്രമിക്കുന്നുവെന്ന്. ആന്തൂർ സാജന്റെ ആത്മഹത്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ആത്മഹത്യ സത്യത്തിൽ എന്തിന്റെ പേരിലായിരുന്നു? ഇവിടെ വ്യവസായം തുടങ്ങാൻ വന്ന അദ്ദേഹത്തെ ചുവപ്പ് നാടകളിൽ കുരുക്കി ബുദ്ധിമുട്ടിപ്പിച്ച് PK ശ്യാമള എന്ന വ്യക്തി മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് എത്തിക്കുമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ആരോപണ വിധേയമായി ഒരുപാട് ന്യൂസുകളിൽ അന്ന് അവർ നിറഞ്ഞു നിന്നിരുന്നു. PK ശ്യാമള ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗോവിന്ദമാഷിന്റെ ഭാര്യ. എന്നിട്ട് ഈ കേസ് ഇവരുടെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ ഈ CPM-കാർ എന്താണ് ചെയ്തത്? ആന്തൂർ സാജന്റെ ഭാര്യയ്ക്ക് ഇല്ലാത്ത അവിഹിതം ആരോപിക്കുക എന്നുള്ളതാണ്. വ്യക്തിപരമായ ആക്രമണമല്ല അത്. TP ചന്ദ്രശേഖരൻ എന്ന വ്യക്തി ഒരു സഖാവായിരുന്നു. എന്നാൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് കമ്മ്യൂണിസം അല്ലെന്നും മറ്റു പലതുമാണെന്നും വ്യക്തമായി വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ 51 വെട്ടുവെട്ടി സഖാക്കൾ അവസാനിപ്പിച്ച സഖാവായിരുന്നു TP ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഇന്നും എന്താണ് ഇവർ കാണിക്കുന്നത്? നമ്മൾ കണ്ടോണ്ടിരിക്കുന്നില്ലേ? അത് വ്യക്തിപരമല്ല. ഉമ്മൻചാണ്ടിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തെ എത്ര മോശമായ രീതിയിൽ ആക്രമിച്ചു. അത് വ്യക്തിപരമായ ആക്രമണമല്ല അല്ലെ? പിച്ചച്ചട്ടി എടുത്ത് പെൻഷൻ ലഭിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി പ്രതിഷേധിച്ച 70 വയസ്സുള്ള മറിയക്കുട്ടി ചേടത്തിയവരെ വെറുതെ വിടാത്ത നികൃഷ്ട ജന്മങ്ങളാണ് സത്യത്തിൽ ഇവർ. എന്നിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങളെ വ്യക്തിപരമായി ആക്രമിക്കാൻ പാടില്ല. വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് വരുമ്പോൾ മാത്രം അത് രക്തവും, മറ്റുള്ളവർക്ക് വരുമ്പോൾ അത് തക്കാളി ചട്നിയാണോ? വേദന എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. ആദ്യം നിങ്ങൾ ഇതൊക്കെ പ്രവർത്തിച്ചു കാണിക്കൂ. നിങ്ങൾ ഈ പറയുന്ന മാനവികത, സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം, മര്യാദ, ഇതൊക്കെ ഒന്ന് ആദ്യം നിങ്ങൾ പ്രവർത്തിച്ചു കാണിക്കും. മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പാടുന്ന നിങ്ങൾ എപ്പോഴാണ് മനുഷ്യനായിരിക്കുന്നത്? ആരുടെ കാര്യത്തിലാണ് മനുഷ്യനായിരിക്കുന്നത്? എത്ര സ്ത്രീകളെ നിങ്ങൾ അധിക്ഷേപിച്ചിട്ടുണ്ട്? സ്ത്രീ സമത്വം പറഞ്ഞ് പച്ചയ്ക്ക് നടക്കുന്നവരല്ലേ നിങ്ങൾ? നിങ്ങൾ സ്വന്തമായി ലഭിക്കുമ്പോൾ മാത്രം കരയുന്നത് ശരിയല്ല. ഇപ്പൊ PhD വിവാദം വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. സഖാക്കളുടെ ഭാര്യമാർക്ക് വേണ്ടി മാത്രം സർവകലാശാലയുടെ വരെ നിയമങ്ങളെ തിരുത്തി കുറിക്കാൻ. അത് താൽക്കാലികമാണ് കേട്ടോ. അതായത് ഈ സർക്കാർ മാറി ഈ വേറെ സർക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആനുകൂല്യമൊന്നും ഉണ്ടാകില്ല. അപ്പൊ ഇത് നിശ്ചിത കാലത്തേക്ക് എങ്ങനെ വെക്കുന്നത്? ആരെ പ്രീണിപ്പിക്കാനാണ്? കണ്ണൂർ സർവകലാശാല തന്നെയാണ് ഷംസീറിന്റെ ഭാര്യയുടെ പേരിൽ ഉണ്ടായ വിവാദം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ പ്രായപരിധി ഉയർത്തിയും 1 ലക്ഷം രൂപ ഫീസ് അടച്ചും ഒരു മേഴ്സി അവസരം കൊടുക്കുകയാണ് PhD എടുക്കാൻ വേണ്ടിയിട്ട്. തിടുക്കപ്പെട്ട് കൊടുക്കുന്നത് M സ്വരാജിന്റെ ഭാര്യയ്ക്കാണ്. വളരെ അത്യാവശ്യമാണ്. ഈ PhD ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സ്കൂൾ അധ്യാപികയായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ സമയം ഇപ്പൊ തീരും. അപ്പൊ അതുകൊണ്ട് വളരെ വേഗം ഇത് ചെയ്യാൻ വേണ്ടി സർവകലാശാലയുടെ നിയമങ്ങൾക്ക് വരെ മാറ്റം വരുത്താൻ ഒരു മടിയും നിങ്ങൾക്കില്ല. ഭരണപക്ഷത്തിരുന്നു കൊണ്ട്, ഭരണത്തിലിരുന്നു കൊണ്ട് നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന നീതികേടുകളാണിതെല്ലാം. 2 വർഷം സമയമെടുത്ത് മാത്രം PhDയുടെ റിസൾട്ട് വരുന്നിടത്ത്
സ്വരാജിന്റെ ഭാര്യയ്ക്ക് മാത്രം 5 മാസം കൊണ്ട് PhD ലഭിച്ചു കഴിഞ്ഞു. ഏത് സാധാരണക്കാർക്കുണ്ട് ഈ പ്രിവിലേജ്? അപ്പൊ നിങ്ങൾ ഇതെല്ലാം അനുഭവിക്കുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇന്നലെ താങ്കളുടെ പ്രസംഗം ഞാൻ കേട്ടു. ഇങ്ങനെ പല നാടകങ്ങളും വരുന്നു, നമ്മൾ പ്രതീക്ഷിച്ചോളണം. തുടക്കം മുതലേ ഞങ്ങൾ പറയുന്നതാണ്, ഞങ്ങൾക്ക് ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ചർച്ച ചെയ്യാനുള്ളൂ. നാടിന്റെ വികസന കാര്യങ്ങൾ, വികസന സാധ്യതകൾ, ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർക്ക് ആശ്വാസമേകുന്ന ക്ഷേമ പദ്ധതികൾ, അതിന്റെ നടത്തിപ്പ്, മലയോര ജനത അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം, അതിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കത്തക്ക വിധത്തിൽ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഈ പറയുന്ന കാര്യം നമ്മുടെ സമൂഹം വിലയിരുത്തിക്കോളും. നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അല്ലാതെ പെട്ടി വിവാദമൊന്നും ഞങ്ങൾക്ക് വലിയ കാര്യമല്ല. നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും നിലമ്പൂര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ കീഴിലല്ലേ. കേരളം ഭരിക്കുന്നത് UDF BJP ആണ്. കേരളം ഭരിക്കുന്നത് നിങ്ങളുടെ മുന്നണിയാണ്. ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കെ, ഇതിന് മുമ്പ് രാജിവെച്ച MLA ഏത് മുന്നണിയായിരുന്നു? നിങ്ങളുടെ മുന്നണിയാണ്. ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന് വേണ്ട കരുതാൻ. പിന്നെ നിങ്ങൾ വന്നതുകൊണ്ട് എന്ത് മാറ്റം സംഭവിക്കാൻ പോകുന്നു? 99 പേരിൽ ഒരാൾ അധികം വന്നതുകൊണ്ട് ഇതുവരെ മാറാത്തത് എന്തെങ്കിലും ഇനി കേരളത്തിൽ മാറുമെന്നാണ് താങ്കൾ പറയുന്നത്. താങ്കൾ തൃപ്പൂണിത്തുറ ഇലക്ഷനിൽ നിന്ന് ഒരു തവണ ജയിച്ചതാണല്ലോ. വീണ്ടും മത്സരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ താങ്കളെ ജയിപ്പിക്കായിരുന്നത്? ഒറ്റ കാരണമുള്ളൂ, ഒരിക്കൽ ജയിച്ച ഒരാളെ വീണ്ടും ജനങ്ങൾ ജയിപ്പിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം ആ ജയിച്ചപ്പോൾ അയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആളുകൾക്ക് ബോധ്യപ്പെട്ടില്ല ഇയാളെന്തിനെ ജയിപ്പിച്ചിട്ട് എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ആ വ്യക്തിയെ മാറ്റിപ്പിടിച്ച് വേറെ ആളെ ആൾക്കാർ പരീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള താങ്കൾ നിലമ്പൂര് വന്നിട്ട് എന്ത് മലമറിക്കുന്നാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ ഏതോ മുന്നണി ഭരിച്ചിട്ടാണോ വന്യമൃഗങ്ങളുടെ പ്രശ്നം ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന? താങ്കൾ പറയുന്നുണ്ടല്ലോ കേന്ദ്ര നിയമം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്ന, അതായത് താങ്കൾ ജയിച്ചു വന്ന താങ്കൾ ഉണ്ടാക്കുമെന്ന്. ഇത്രയും 99 MLA മാരുണ്ടായിട്ട് കേന്ദ്ര നിയമം മാറ്റാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. പിണറായി വിജയൻ എന്ന് പറയുന്ന ശക്തനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടും പറ്റിയില്ല. കേന്ദ്രത്തിൽ നിന്നും അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ കാട്ടുപന്നികളെ കൊല്ലാനൊക്കെ പ്രാദേശികമായിട്ട് പഞ്ചായത്തുകൾക്ക് ചെയ്യാനുള്ള നിയമം ഉണ്ടല്ലോ, നിങ്ങളാണ് അത് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഒരു വനമന്ത്രി, കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മുന്നണിയല്ലേ. എനിക്ക് നടക്കാൻ പോലും വയ്യാത്ത ഒരു വനമന്ത്രിയെ, ഷുഗറും പ്രഷറും കൊണ്ട് മറവിയുള്ള, എന്താണ് സംഭവിക്കുന്നത് വയനാട്ടിൽ എന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു വ്യക്തിനെ നിങ്ങളൊക്കെ തന്നെ വനമന്ത്രിയാക്കിയിട്ട് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണി വീണ്ടും ഒരു അവസരം ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതാണോ ഇപ്പൊ പ്രശ്നം? വികസനം ചോദിക്കട്ടെ. നിങ്ങൾക്ക് വികസനം പറയാനില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞ് ശ്രദ്ധ നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലുള്ളതാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നിങ്ങൾ നല്ല വ്യക്തമായിട്ടും വെടിപ്പായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ കൂടുതൽ ഇരവാദം കൊണ്ടുവരാൻ നിൽക്കണ്ട. നിങ്ങൾ പറഞ്ഞതുപോലെ വികസനം പറയൂ, നിങ്ങൾ ചെയ്ത വികസനം പറയൂ. ഈ 10 വർഷം അല്ലെങ്കിൽ രാജിവെച്ച MLA നിങ്ങളുടെ മുന്നണിയായിരുന്നു. ആ MLA നിങ്ങളുടെ മുന്നണിയിൽ ഇരുന്നത് കൊണ്ട് എന്തൊക്കെ ചെയ്തു? എന്ത് ജനങ്ങൾക്ക് ഉണ്ടായി? ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അതിനെപ്പറ്റി പറയാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയൂ സഖാവേ. അത് പറഞ്ഞ് വോട്ട് പിടിക്കൂ. അല്പമെങ്കിലും അന്തസ് ഉണ്ടാവും. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഡൊണേഷൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, അഡ്വർടൈസ്മെന്റിന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. വാർത്തകളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പിലേക്ക് അയക്കാവുന്നതാണ്. ഈ നമ്പർ തന്നെയാണ് വാട്സ്ആപ്പിന്റേത്, GPയും ഇത് തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ ആരെങ്കിലും M സ്വരാജനെ ഒന്ന് അയച്ചു കൊടുക്കണം എന്നുകൂടി താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.